സിനിമ പ്രദർശിപ്പിക്കുന്ന കണ്ണൂർ ലിബർട്ടി തിയേറ്ററിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേരളത്തെ അപമാനിക്കുന്ന സിനിമ മലയാളികൾ തള്ളിക്കളയുമെന്നും വി.കെ. സനോജ് പറഞ്ഞു. RSS ആശയത്തെ പുറംകാലുകൊണ്ട് ചവിട്ടിപ്പുറത്താക്കിയ ചരിത്രമാണ് കേരളത്തിനെന്നും വി.കെ. സനോജ് കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, PM അഖിൽ, വൈഷ്ണവ് മഹേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്തരേന്ത്യയിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെയുള്ള വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോ, ഈ വർഗീയ വംശീയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോ അവർക്ക് വിജയിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ ഇത് കേരളം സഹോദരൻ അയ്യപ്പന്റെ നാടാണ്, മക്തിത്തങ്ങളുടെ നാടാണ്, ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ്. ഇത് AKGയും EMS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാളികൾ, കൃഷ്ണപിള്ളയെ പോലെയുള്ള ഉശിരന്മാരായ പോരാളികൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് ശക്തമായ പുരോഗമന ആശയമോടെ പ്രചരിപ്പിച്ച് ആളുകളെ ഉത്ഭുതരാക്കിയിട്ട് വളർത്തിയെടുത്ത നവോത്ഥാന കേരളമാണ്, ആധുനിക കേരളമാണ് ഇവിടെയുള്ളത്. ഈ കേരളത്തിൽ നിങ്ങളിങ്ങനെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ആളുകളെ വിഭജിച്ച് അതിനടിസ്ഥാനപ്പെടുത്തി പാർട്ടി ഉണ്ടാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നേറ്റമുണ്ടാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ അനുഭവം, അവർ പരാജയപ്പെട്ടു പോയ അനുഭവം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു, അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതുകൊണ്ട് കേരളത്തോട് ആകെ പക, പ്രതികാരം അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം തരം വിരോധമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ, സാമ്പത്തിക വിരോധം ഏർപ്പെടുത്തി ആക്രമിക്കാൻ അവർ പഠിച്ച പണി 18 നോക്കുന്നു.